ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹണി. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പനങ്കുല പോലെ മുടി വേണമെന്ന് ഒന്നും ഇല്ലെങ്കിലും ഉള്ള മുടി നന്നായിട്ട് സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരാരാണല്ലേ ഉള്ളത്? അങ്ങനെയുള്ളവർക്ക് ഇന്ന് ഞാൻ 3 തരം താളിക്കൂട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര ഇതെല്ലാം മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആവാനും മുടി പെട്ടെന്ന് തന്നെ വളരാനും സഹായിക്കുന്ന 3 തരം താളികളാണിത്. നമ്മുടെ താളിക്കൂട്ടിൽ ഏറ്റവും പ്രാധാന്യനാണ് ചെമ്പരത്തി താളി. പണ്ട് മുത്തശ്ശിമാർ തൊട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. ഈ താളി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂക്കളും പറിച്ചെടുത്തിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് എല്ലാം മാറിയിട്ട് മുടി പെട്ടെന്ന് തന്നെ വളരാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും. അകാലനര ഉള്ളവർക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. ഈ താളി ഇതുപോലെ പറിച്ചിട്ട് ഒരു കല്ലിൽ വെച്ചിട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂക്കളൂടെ. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് ഞെരടി കൊടുക്കുന്നു. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. നല്ല കൊഴുത്ത് ഇതുപോലത്തെ താളി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി കഴുകുന്നതിന് മുന്നായിട്ട് ഈ താളി നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേന് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടായിരിക്കും. ഹെയർ സ്പാ ചെയ്യുന്നതിന് പകരമൊക്കെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കുക. മുടി സ്ട്രെയിറ്റ് ആവാനും സഹായിക്കും. ഇനിയിപ്പം നമ്മുടെ താളിയിൽ രണ്ടാമതായിട്ട് കാണിക്കുന്ന പാടത്താളിയാണ്. താരനുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. താരൻ പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ തന്നെ മുടി നല്ല കരുത്തോടെ വളരാനും ഒക്കെ ഇത് സഹായിക്കും. മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാലനര ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കറക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പാടത്താളി. ഞാനിപ്പോൾ പാടത്താളി ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് വെറുതെ ഞെരടിയാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയൊക്കെ മാത്രമേ പറിച്ചെടുക്കുന്നുള്ളൂ. ഇല പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിൻ്റെ പിറകിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലും പ്രാണികളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കൈ വെച്ച് ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷമാണ് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം തന്നെ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്നുകൂടി പിച്ചി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ താളി നിങ്ങൾ പതിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകാലനര ഒരു പരിധി വരെ തടയാനും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതിയാവും. നല്ല റിസൾട്ടായിരിക്കും. ഇതുപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ജെല്ല് ഫോമിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയിലും തലയോട്ടിയിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം താളി ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടിൽ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. വഴിയിൽ നിന്ന് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വഴിയെ പോയപ്പോൾ കണ്ടതാണ് മഞ്ഞിക്ക വീണ് കിടക്കുന്നത്. അപ്പോൾ പഞ്ഞിയില ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ഇലയൊന്നും വേണ്ട കേട്ടോ. ഇത് 3-4 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്താണ്. ഈ ഒരു ചെറിയ തണ്ട് മതിയാവും. ഇതിൻ്റെ ഇല മാത്രം ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ അടർത്തിയെടുക്കുന്നത്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പഞ്ഞിയുടെ ഇല അങ്ങോട്ട് അടർത്തി ആ വെള്ളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാൻ, താരനുള്ളവർക്ക് യൂസിൽ തന്നെ താരൻ മാറാനും അതുപോലെ പുതിയ മുടി കിളുക്കാനും മുടി വളരാനും മുടി നരയ്ക്കുന്നത് പൂർണ്ണമായിട്ടും തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പഞ്ഞിത്താളി. ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു താളിയില്ല. ഞാൻ വെള്ളത്തിലോട്ട് പഞ്ഞിയില ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് പിച്ചി കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ജെല്ലാണ് വരുന്നത്. നന്നായിട്ട് പതഞ്ഞ് ജെല്ലാണ് വരുന്നത് കേട്ടോ. ഇത് അധികം സമയം വെക്കേണ്ട. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചോ അരിച്ചെടുക്കാവുന്നതാണ്. അരിപ്പ വെച്ച് അരിക്കുമ്പോഴത്തേന് ഇത് അരിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ മതിയാവും. ഇത് ഇത്ര ഒന്നും വേണ്ട. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, കേടായി പോകത്തുമില്ല. നല്ല റിസൾട്ടാണ്. പഞ്ഞിയില എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത്രയ്ക്ക് റിസൾട്ടാണ്. ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ താളി ഇട്ട് മുടി നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയാവും. അതിന് ശേഷം ധാരാളം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം കേട്ടോ. മുടിയിൽ നിന്ന് പോകാനും കുറച്ച് ബുദ്ധിമുട്ടാണ്.
ജെല്ലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മുടിയിൽ നിന്ന് കഴുകിക്കളയാനായിട്ട് ധാരാളം വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. നല്ല റിസൾട്ടായിരിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ റിസൾട്ട് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ ചാനലിൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.